ലോകത്തെ ഏറ്റവും ഉയർന്ന ഐക്യമുള്ള വ്യക്തിയെ ഒരു മുറിയിലടച്ച് തികച്ചും പുതിയൊരു കണ്ടുപിടുത്തം നടത്താൻ ആവശ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകും അതൊരു വലിയ വിജയമായിരിക്കുമെന്ന്. സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. അതെ, എന്നാൽ ചരിത്രം പറയുന്നത് അവർ മിക്കവാറും പരാജയപ്പെടുമെന്നാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നമ്മുടെ തലച്ചോർ ഒരു സാധാരണ കമ്പ്യൂട്ടർ പോലെയല്ല പ്രവർത്തിക്കുന്നത്. ഒരു പ്രശ്നം കൊടുക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, ഉത്തരം നൽകുന്നു എന്ന ലളിതമായ രീതിയല്ല അതിൻ്റേത്. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന പഠനരേഖകൾ വ്യക്തമാക്കുന്നത് മനുഷ്യ മനസ്സിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ എഞ്ചിനല്ല എന്നാണ്. ശരിയാണ്. മറിച്ച് തികച്ചും വ്യത്യസ്തമായ 2 എഞ്ചിനുകളാണെന്നാണ് ആ രേഖകൾ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബുദ്ധിശക്തി, അതായത് ഇന്റലിജൻസ്, പിന്നെ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ 2 എഞ്ചിനുകൾ എങ്ങനെയാണ് നമ്മെ നയിക്കുന്നതെന്ന് ഡീകോഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തിരുത്തേണ്ട ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നമ്മളിൽ പലരും ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും വിചാരിക്കുന്നത് ബുദ്ധിശക്തിയും സർഗാത്മകതയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നാണ്. ബുദ്ധിയുള്ളവനെല്ലാം വലിയ സർഗാത്മകതയുണ്ടാകുമെന്ന് നമ്മൾ വെറുതെ അങ്ങ് വിശ്വസിക്കും. അതെ, പൊതുവെ അങ്ങനെയാണല്ലോ ഒരു ധാരണ. എന്നാൽ ഈ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന 2 വ്യത്യസ്ത സംവിധാനങ്ങളാണ്. ബുദ്ധിശക്തി എന്നത് നിലവിലുള്ള വിവരങ്ങളെ വിശകലനം ചെയ്ത് ഒരു ശരിയായ ഉത്തരത്തിലെത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ, സർഗാത്മകത എന്നത് ഇനിയും കണ്ടെത്താത്ത, ചിലപ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ബുദ്ധിശക്തിയുടെ ലോകത്തേക്ക് തന്നെ കടക്കാം. ബുദ്ധിശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ പഠനങ്ങളിൽ അതിനെ വളരെ രസകരമായ ഒരു ഉപമയിലൂടെയാണ് വിശദീകരിക്കുന്നത്. ഒരു വലിയ അലങ്കോലമായ വഴിയിലൂടെ, അതായത് ഒരു സങ്കീർണമായ മെയ്സിലൂടെ ശരിയായ പുറത്തേക്കുള്ള വഴി കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ. മെയ്സ് ഉപമ വളരെ കൃത്യമാണ് അല്ലേ? നിങ്ങൾക്ക് മുമ്പിൽ കുറേ വിവരങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതിൽ നിന്നും ഒടുവിൽ കൃത്യമായ ഒറ്റ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഇതിനെ കൺവേർജന്റ് തിങ്കിംഗ് അഥവാ കേന്ദ്രീകൃത ചിന്ത എന്ന് വിളിക്കാം. അതെ, ഈ ബുദ്ധിശക്തിയെ ഒന്ന് കൃത്യമായി നിർവചിക്കാൻ ആദ്യകാലങ്ങളിൽ ശാസ്ത്രജ്ഞർ ശരിക്കും പാടുപെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ അവരെല്ലാം ഇരുട്ടിൽ തപ്പുകയായിരുന്നുവെന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് വില്യം സ്റ്റേൺ എന്ന മനഃശാസ്ത്രജ്ഞൻ ഇതിനെ കണ്ടത് മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവായിട്ടാണ്. അതായത് ഒരു പുതിയ ചുറ്റുപാടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത്. അഡാപ്റ്റേഷൻ. അതെ. എന്നാൽ ലൂയിസ് ടെർമാൻ പറഞ്ഞത് അതല്ല ബുദ്ധി എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സംഖ്യകൾ, പ്രതീകങ്ങൾ എന്നിവയെ മനസ്സിലാക്കാനും അവ വെച്ച് ചിന്തിക്കാനുമുള്ള കഴിവാണ്, അതായത് ആബ്സ്ട്രാക്ട് തോട്ടാണ് ബുദ്ധി. ഇതിനിടയിൽ ബക്കിംഗ്ഹാം എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ വാദിച്ചത് പുതിയ അറിവുകൾ എത്ര വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് ഒരാളുടെ ബുദ്ധിയിരിക്കുന്നതെന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബുദ്ധിശക്തി എന്നത് എത്ര സങ്കീർണമായൊരു കാര്യമാണെന്ന്. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഐക്യു ടെസ്റ്റുകളുടെയൊക്കെ ഒരു ചരിത്രം തുടങ്ങുന്നത് തന്നെ. തുടക്കത്തിൽ ശാസ്ത്രജ്ഞർ കരുതിയത് ബുദ്ധിശക്തി എന്നത് തലച്ചോറിലെ വിഭജിക്കാൻ കഴിയാത്ത ഒരൊറ്റ മീറ്റർ ആണെന്നാണ്. ബിനെയുടെ സിംഗിൾ യൂണിറ്ററി തിയറി അതായിരുന്നു. അതെ, ഒരു സിംഗിൾ മീറ്റർ. എന്നാൽ പിന്നീടാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഒറ്റ മീറ്റർ എന്ന സങ്കല്പം തെറ്റാണെന്ന്. അവിടെയാണ് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഒരു പൊതുവായ അടിസ്ഥാന ബുദ്ധിയുണ്ട്, അതിനൊപ്പം ഓരോ പ്രത്യേക ജോലികൾക്കും വേണ്ടിയുള്ള പ്രത്യേക കഴിവുകളുമുണ്ട്. പക്ഷേ ശാസ്ത്രം അവിടെയും നിന്നില്ല. തേർസ്റ്റോൺ വന്ന് ബുദ്ധിശക്തി എന്നത് പലതരം പ്രാഥമിക മാനസിക കഴിവുകളുടെ ഒരു കൂട്ടമാണെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ചിന്തകൾ വീണ്ടും മാറി. തീർച്ചയായും ഈ ചിന്താ പൈളവത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഗിൽഫോർഡിന്റെ മോഡലായിരുന്നു. അദ്ദേഹം ബുദ്ധിയെ വെറുമൊരു ലിസ്റ്റായല്ല, മറിച്ച് ഒരു വലിയ ത്രിമാണ മെട്രിക്സ് ആയാണ് അവതരിപ്പിച്ചത്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിന്റെ ഫലം എന്താണ് എന്നിങ്ങനെ 5ഉം 6ഉം 6ഉം ഗുണിച്ച് മൊത്തം 180 വ്യത്യസ്ത ബൗദ്ധിക കഴിവുകൾ മനുഷ്യനുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 180. അവിടെയാണ് ഹോവാർഡ് ഗാർട്ട്ലറുടെ കണ്ടെത്തൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഗണിതത്തിൽ വളരെ മിടുക്കനായ ഒരാൾക്ക് സംഗീതത്തിൽ യാതൊരു കഴിവുമുണ്ടാകില്ല.
പഴയ രീതി വെച്ച് നോക്കിയാൽ അയാൾ ബുദ്ധിമാനാണ്, എന്നാൽ സംഗീതത്തിന്റെ കാര്യത്തിൽ അയാൾ ഒന്നുമല്ല. അതെ, അവിടെയാണ് ഗാർഡ്നർ വരുന്നത്. ഗാർഡ്നർ പറഞ്ഞു, ഇത് വ്യത്യസ്തമായ ബുദ്ധിശക്തികളാണെന്ന്. ഭാഷാപരമായ കഴിവ്, ലോജിക്കൽ കഴിവ് എന്നിവ മാത്രമല്ല, സംഗീതം മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്, എന്തിന് പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള കഴിവ് വരെ 8 വ്യത്യസ്ത ബുദ്ധിശക്തികളായി അദ്ദേഹം തിരിച്ചു. നമ്മൾ മനുഷ്യരെ നോക്കിക്കാണുന്ന രീതി തന്നെ അത് മാറ്റിമറിച്ചു. ശരിയാണ്, മനുഷ്യന്റെ കഴിവുകൾ എത്രത്തോളം വിശാലമാണെന്നത് കാണിച്ചു തന്നു. എന്നാൽ ഇതിലൊരു വലിയ വിരോധാഭാസമുണ്ട്. ബുദ്ധിശക്തി ഇത്രയും വിശാലമാണെന്ന് നമുക്കറിയാമെങ്കിലും ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഐക്യു അളക്കുന്നത്? മാനസിക പ്രായത്തെ യഥാർത്ഥ പ്രായം കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുന്ന ഒരു അടിസ്ഥാന ഫോർമുലയാണ് അതിനുള്ളത്. ആ പഴയ രീതി തന്നെ. അതെ, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് വെയ്സ് പോലുള്ളവ, ഇന്നും വളരെ പരിമിതമായ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമായാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് കൃത്യമായ ഒരു ഘടനയുണ്ട്. അതിൽ ഒറ്റ ശരിയുത്തരമേ അല്ല. എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഐക്യു ടെസ്റ്റുകൾ അക്കാഡമിക് നേട്ടങ്ങൾ പ്രവചിക്കാനും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനും മികച്ചതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അത് വ്യത്യസ്തമായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കാറിന്റെ പരമാവധി വേഗത മാത്രം അളക്കുന്ന ഒരു ടെസ്റ്റ് പോലെയാണിതെന്നാണ്. നല്ലൊരു ഉപമയാണത്. ഒരു മിനുസമുള്ള ട്രാക്കിൽ ആ കാർ എത്ര വേഗത്തിൽ ഓടുന്നു എന്ന് മാത്രം അത് നോക്കുന്നു. എന്നാൽ കുണ്ടും കുഴിയുമുള്ള വഴിപോലുമില്ലാത്ത ഒരു മോശം റോഡിലൂടെ അതിനെത്രത്തോളം സുരക്ഷിതമായി പുതിയ വഴികൾ വെട്ടിത്തുറന്ന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് അത് തീരെ പരിഗണിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ ആ കാറിന്റെ ഉപമ വളരെ കൃത്യമാണ്. ഈ ഐക്യു ടെസ്റ്റുകൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വേഗത, കൃത്യത, കാര്യക്ഷമത എന്നിവ മാത്രമാണ്. നിങ്ങൾക്ക് എത്ര വേഗത്തിൽ ഒരു പാറ്റേൺ മനസ്സിലാക്കാം, എത്ര വേഗത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നാണവ നോക്കുന്നത്. അവിടെ വ്യത്യസ്തമായ പുതിയ ചിന്തകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ട്രാക്ക് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അടുത്ത എഞ്ചിനിലേക്ക് എത്തുകയാണ്. ഈ സുരക്ഷിതമായ ട്രാക്കുകൾ ഇല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും? ബുദ്ധിശക്തി അളക്കാൻ സാധിക്കുന്ന, ശരിയുത്തരം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇനിയും കണ്ടെത്താത്ത കാര്യങ്ങളെ നമ്മൾ എങ്ങനെ അളക്കും? അവിടെയാണ് രണ്ടാമത്തെ എഞ്ചിനായ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി കടന്നുവരുന്നത്. തീർച്ചയായും. ബുദ്ധിശക്തി ശരിയായ ഉത്തരം കണ്ടെത്തുമ്പോൾ സർഗാത്മകത അസാധ്യമായ ഉത്തരങ്ങൾ സൃഷ്ടിക്കുന്നു. സർഗാത്മകത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് മികച്ച രീതിയിൽ പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ കവിത എഴുതുന്നതോ മാത്രമാണെന്നാണ്. എന്നാൽ ഈ ഗവേഷണങ്ങൾ പ്രകാരം അതല്ല സർഗാത്മകത. അത് ഡൈവേർജന്റ് തിങ്കിംഗ് ആണ്. അതായത് ഒരു പ്രശ്നത്തിന് തികച്ചും പുതിയതും ഒറിജിനലും ഒപ്പം ഏറ്റവും പ്രധാനമായി പ്രായോഗികമായി ഉപയോഗപ്രദവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള അപൂർവമായ കഴിവ്. പ്രായോഗികമായി ഉപയോഗപ്രദമായവ. അതെ, നിലവിലുള്ള നിയമങ്ങളെ ചോദ്യം ചെയ്യാനും ഒറ്റ ശരിയുത്തരം എന്നതിൽ നിന്ന് മാറി പലതരം സാധ്യതകളിലേക്ക് ചിന്തകളെ തുറന്നുവിടാനുമുള്ള കഴിവ്. അങ്ങനെയെങ്കിൽ ഈ പുതിയ ആശയങ്ങൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ആകാശത്തുനിന്ന് പൊട്ടിവീഴുന്നതാണോ? അല്ല എന്ന് ഗ്രാഹം വാരസ് എന്ന ഗവേഷകൻ പറയുന്നുണ്ട്. ഒരാശയം രൂപപ്പെടുന്നതിന് കൃത്യമായ 4 ഘട്ടങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ അഥവാ തയ്യാറെടുപ്പ്, വിവരങ്ങൾ ശേഖരിക്കുന്ന, പ്രശ്നം എന്താണെന്ന് തലച്ചോറിനെ പഠിപ്പിക്കുന്ന ഘട്ടം. അതെ, ഡേറ്റ ശേഖരണം. രണ്ടാമത്തത് ഇൻക്യുബേഷൻ. മൂന്നാമത്തേത് പെട്ടെന്നുള്ള ആ ആഹാ നിമിഷമായ ഇല്യൂമിനേഷൻ. നാലാമത്തേത് ഈ ആശയത്തെ വീണ്ടും യുക്തിയുമായി ഒത്തുനോക്കുന്ന വെരിഫിക്കേഷൻ അഥവാ പരിശോധന. ഇതിലെനിക്കിതൊന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താണ്? ഈ പറയുന്ന രണ്ടാമത്തെ ഘട്ടമായ ഇൻക്യുബേഷൻ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. ഓ, ആ ഇൻക്യുബേഷൻ ഘട്ടം. അതെ, ബോധപൂർവമുള്ള ചിന്തകൾ നിർത്തിവെച്ച് മാറി നിൽക്കുക എന്നാണതിൽ പറയുന്നത്. ശരിക്കും ജോലി ചെയ്യാതിരിക്കലല്ലേ അത്? വെറുതെ ഒരു കുളിമുറിയിൽ പാട്ടുപാടി നിൽക്കുന്നതോ നടക്കാൻ പോകുന്നതോ എങ്ങനെയാണ് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്നത്? അവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. ഇതിലെ ഏറ്റവും ആകർഷകമായ കാര്യമെന്തെന്നാൽ ആ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറ് ഏറ്റവും സങ്കീർണമായ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ബോധപൂർവം ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ യുക്തിസഹജമായ ഭാഗം ഒരു കാവൽക്കാരനെ പോലെ പ്രവർത്തിക്കും. ഓഹോ, ഒരു ഗാർഡിനെ പോലെ. അതെ, അത് വിചിത്രമായ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത ആശയങ്ങളെ കൂട്ടിയിണക്കാൻ സമ്മതിക്കില്ല. എന്നാൽ നിങ്ങൾ ആ ചിന്ത നിർത്തി ഒരു നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വെറുതെ വിശ്രമിക്കുമ്പോൾ ഈ കാവൽക്കാരൻ മാറി നിൽക്കും.
അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ അതുവരെ ശേഖരിച്ച വിവരങ്ങൾക്കിടയിൽ മുമ്പ് കാണാത്ത പുതിയ ബന്ധങ്ങൾ അതിവേഗമുണ്ടാക്കാൻ തുടങ്ങും. അതായത് തലച്ചോറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയ കണക്ഷനുകൾ ഉണ്ടാവുകയാണ് അല്ലേ? കൃത്യമായി. അത് വിശ്രമമല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ ഏറ്റവും ശക്തമായ എഞ്ചിൻ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അവിടെയാണ് പിന്നീട് മൂന്നാമത്തെ ഘട്ടമായ ഇലുമിനേഷൻ, അതായത് ആ ബൾബ് കത്തുന്ന നിമിഷം സംഭവിക്കുന്നത്. എന്നാൽ അതുമാത്രം പോരാ, ആ പുതിയ ആശയത്തെ വീണ്ടും യുക്തിയിലേക്ക് കൊണ്ടുവന്ന് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കുന്ന നാലാമത്തെ ഘട്ടമായ വെരിഫിക്കേഷനും വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരാം. ഈ രണ്ട് എഞ്ചിനുകളും തമ്മിലുള്ള ബന്ധമെന്താണ്? അതായത് ഏറ്റവും ഉയർന്ന ഐക്യമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും ഏറ്റവും ഉയർന്ന സർഗാത്മകതയുണ്ടാകുമോ? രണ്ടും ഒരേപോലെയാണോ പ്രവർത്തിക്കുന്നത്? ഇല്ല, അവിടെയാണ് നമ്മൾ ത്രെഷോൾഡ് തിയറി മനസ്സിലാക്കേണ്ടത്. സർഗാത്മകതയ്ക്ക് വായുവിൽ നിന്ന് സ്വയം ഉണ്ടാകാൻ കഴിയില്ല. അതിന് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. ആ അടിസ്ഥാനം നൽകുന്നത് ബുദ്ധിശക്തിയാണ്. ഈ സിദ്ധാന്തം പറയുന്നത് ഒരാൾക്ക് കാര്യക്ഷമമായി സർഗാത്മകമായി ചിന്തിക്കണമെങ്കിൽ വിവരങ്ങളെ ഉൾക്കൊള്ളാൻ ഏകദേശം 120 IQ എന്നൊരു അടിസ്ഥാന നിലവാരം ആവശ്യമാണ് എന്നാണ്. ഓ, 120 IQ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഗ്രാഫ് സങ്കല്പിക്കുക. ഒരു വശത്ത് ബുദ്ധിശക്തിയും മറുവശത്ത് സർഗാത്മകതയും. ഈ ഗ്രാഫിൽ 120 IQ വരെ ഒരാളുടെ ബുദ്ധിശക്തി കൂടുമ്പോൾ സർഗാത്മകതയും അതിനൊപ്പം കൂടുന്നുണ്ട്. രണ്ടും ഒന്നിച്ചു മുകളിലേക്ക് പോകുന്നു. എന്നാൽ ആ 120 IQ എന്ന പോയിന്റ് കഴിയുമ്പോൾ ആ രേഖകൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തകരുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ ബന്ധം ഇല്ലാതാകുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. അതായത് 150 IQ ഉള്ള ഒരാൾ 120 IQ ഉള്ള ഒരാളേക്കാൾ സർഗാത്മകത ഉള്ള ആളാകണമെന്നില്ല. മികച്ച രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു മിടുക്കനായ വ്യക്തി സ്വയം ഒരു മികച്ച കണ്ടുപിടുത്തക്കാരൻ ആകണമെന്നില്ല, അല്ലേ? ഈ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും മാർക്കിന്റെയും IQവിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ വിലയിരുത്തുന്നത് എത്ര വലിയ അബദ്ധമാണെന്നിത് കാണിക്കുന്നു. ബുദ്ധിശക്തി എന്നത് വെറുമൊരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. ആ ബ്ലൂ പ്രിന്റിൽ ജീവൻ നിറയ്ക്കുന്നത്, ആ സ്പാർക്ക് ഉണ്ടാക്കുന്നത് സർഗാത്മകതയാണ്. അതെ, വെറുമൊരു ബ്ലൂ പ്രിന്റ് കൊണ്ട് കാര്യമില്ലല്ലോ. ശരിയാണ്. ഉയർന്ന IQ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. അതിന് ടോറൻസ് ടെസ്റ്റുകൾ പോലെയുള്ളവ ഉപയോഗിച്ച് സർഗാത്മകതയെ പ്രത്യേകമായി തന്നെ അളക്കുകയും വളർത്തുകയും വേണം. ഒരു പ്രശ്നത്തിന് എത്ര വ്യത്യസ്തമായ അസാധാരണമായ ഉത്തരങ്ങൾ ഒരാൾക്ക് കണ്ടെത്താനാകും എന്നാണ് അത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർഗാത്മകത എന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിൽ പലർക്കും പലപ്പോഴും പുതിയ ആശയങ്ങൾ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ എപ്പോഴും ഒരു വട്ടത്തിന് പുറത്തേക്ക് പോകാത്തത്? ഈ ഗവേഷണ രേഖകൾ വളരെ കൃത്യമായി സർഗാത്മകതയെ നശിപ്പിക്കുന്ന 3 പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ അവർ കോഗ്നിറ്റീവ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. കോഗ്നിറ്റീവ് ഫ്രിക്ഷൻ. ഒന്നാമത്തേത് അകാലത്തിലുള്ള വിലയിരുത്തൽ അഥവാ പ്രീമച്വർ ഇവാലുവേഷൻ. അതെ, ഈ ഒന്നാമത്തെ കാരണം തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ തലച്ചോറിലൊരു കാവൽക്കാരനുണ്ടെന്ന്. അതൊരു സ്പാം ഫിൽറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു വ്യത്യസ്തമായ ആശയം രൂപപ്പെടുമ്പോൾ തന്നെ അത് പൂർണ്ണമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോജിക് എഞ്ചിൻ അതിനെ വിലയിരുത്തും. ആഹാ, അത് നടക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതെ, അതൊന്നും നടക്കില്ല, ആളുകൾ എന്തു വിചാരിക്കും, അത് പ്രായോഗികമല്ല എന്നു പറഞ്ഞ് ആ ആശയം ബോധമനസ്സിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു കളയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിലപ്പെട്ട ഇൻക്യുബേഷൻ പ്രക്രിയയെ അപ്പോൾ തന്നെ കൊന്നുകളയുന്നു. കഷ്ടം തന്നെ. ഇനി രണ്ടാമത്തെ തടസ്സമെന്ന് പറയുന്നത് കാണാപ്പാഠം പഠിക്കുന്നതിലെ കുരുക്ക് അല്ലെങ്കിൽ ദി റോഡ് ട്രാപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമൊന്ന് ഓർത്തു നോക്കൂ. കണക്കിന് ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമുള്ള മറ്റൊരു വഴി അറിയാമായിരിക്കും. എന്നാൽ ടീച്ചർ പഠിപ്പിച്ച അതേ വഴിയിലൂടെ അതേ സ്റ്റെപ്പുകൾ വെച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതല്ല ശരിക്കും ഈ റോപ്പ് ട്രാപ്പ്? തീർച്ചയായും. ഒറ്റ ഉത്തരം മാത്രം പ്രതീക്ഷിക്കുന്ന, എല്ലാം കാണാപ്പാഠം പഠിച്ച് അതുപോലെ പകർത്താൻ ആവശ്യപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം.
ഇത് കുട്ടികളോട് പറയുന്നത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടേണ്ട, ഞങ്ങൾ ഉത്തരം തരാം എന്നാണ്. ഇത് തലച്ചോറിന്റെ വിഭിന്നമായ ചിന്താശേഷിയെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളയുന്നു. കുട്ടികൾ സ്വന്തമായി പുതിയ വഴികൾ കണ്ടെത്താനുള്ള ശ്രമം തന്നെ ഉപേക്ഷിക്കുന്നു. വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. ഇനി മൂന്നാമത്തെ തടസ്സം പരാജയഭീതി അഥവാ ഫിയർ ഓഫ് അസിമെട്രിയാണ്. പരാജയങ്ങളെ കർശനമായി ശിക്ഷിക്കുന്ന ഒരു അന്തരീക്ഷം. നിങ്ങൾ പുതിയ എന്തെങ്കിലും പരീക്ഷിച്ചിട്ട് അത് പരാജയപ്പെട്ടാൽ നിങ്ങളെ കളിയാക്കുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും പുതിയ വഴികളിലൂടെ ചിന്തിക്കാൻ ധൈര്യപ്പെടുമോ? ഇല്ല, ആരും ധൈര്യപ്പെടില്ല. എല്ലാവരും ഏറ്റവും സുരക്ഷിതമായ പഴയ വഴിയിലൂടെ തന്നെ നടക്കും. അങ്ങനെയെങ്കിൽ ഒരു പരിഹാരമെന്ന നിലയിൽ സർഗാത്മകത എങ്ങനെ വളർത്തിയെടുക്കാം? അതിനും ചില വഴികൾ ഈ രേഖ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി, നിയന്ത്രണങ്ങളില്ലാത്ത ആശയരൂപീകരണം അഥവാ അൺറെസ്ട്രിക്റ്റഡ് ഐഡിയേഷൻ. അതായത് ഒരു ടീമിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ ശരിയും തെറ്റും നോക്കാതെ, പ്രായോഗികത നോക്കാതെ പരമാവധി ആശയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അനുവദിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ ആ സ്പാം ഫിൽറ്ററിനെ നമ്മൾ നിർബന്ധപൂർവ്വം ഓഫാക്കി വെക്കുകയാണ്. ശരിയാണ്. രണ്ടാമത്തേത് അതിലും പ്രധാനമാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ റോജേഴ്സ് ഇതിനെ മാനസിക സുരക്ഷിതത്വം അഥവാ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് വിളിക്കുന്നു. ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് തന്റെ മനസ്സിൽ വരുന്ന ഏത് വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തയും ഭയമില്ലാതെ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയുണ്ടാകണം. തെറ്റു പറഞ്ഞാലും ആരും കളിയാക്കില്ല എന്ന വിശ്വാസം. അത് വളരെ പ്രധാനമാണ്. ആരും കളിയാക്കില്ല എന്ന ധൈര്യം. അതെ, അത്തരമൊരു സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ പുതിയ ആശയങ്ങൾ ജനിക്കുകയുള്ളൂ. ഒപ്പം എല്ലാം റെഡിമെയ്ഡായി വിളമ്പിക്കൊടുക്കുന്നതിന് പകരം പരിഹാരങ്ങൾ സ്വയം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന ഗൈഡഡ് ഡിസ്കവറി പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ഒന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ കുറച്ചുകൂടി വിശാലമായ തലത്തിൽ നോക്കിയാൽ മനുഷ്യവികസനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത് ചിട്ടപ്പെടുത്തിയ ബുദ്ധിയുള്ള മനസ്സിനും സ്വതന്ത്രമായ സർഗാത്മക മനസ്സിനും ഇടയിൽ ഒന്നിനെ മാത്രം തിരഞ്ഞെടുക്കുക എന്നതല്ല, മറിച്ച് വർത്തമാനകാലത്തെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാവശ്യമായ ബുദ്ധിശക്തിയെ വികസിപ്പിക്കുന്നതിനൊപ്പം തന്നെ നാളെയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ആവശ്യമായ സർഗാത്മകതയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. അതെ, നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ഒപ്പം ഭാവിക്കു വേണ്ടി ആവശ്യമുള്ളപ്പോൾ ആ നിയമങ്ങളെ ചോദ്യം ചെയ്യാനും പൊളിച്ചെഴുതാനും നമ്മൾ പരിശീലിക്കണം. അതെ, അതാ ഈ പഠനയാത്രയുടെ ഏറ്റവും വലിയ പാഠം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധിശക്തി എന്നത് നിലവിലുള്ള അറിവുകൾ വെച്ച് ആ വലിയ മെയ്സിലൂടെ കൃത്യമായ വഴി കണ്ടെത്താനുള്ള കഴിവാണ്. അത് നമ്മുടെ ചിന്തകളുടെ അടിസ്ഥാനം നിർമ്മിക്കുന്നു. എന്നാൽ സർഗാത്മകത എന്നത് വഴിയില്ലാത്തയിടത്ത് പുതിയ വഴികൾ വെട്ടിത്തുറക്കാനുള്ള കഴിവാണ്. അത് നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നു. രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. തീർച്ചയായും. നിങ്ങളിപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്വന്തം ജോലിസ്ഥലത്തോ പഠനത്തിലോ നിങ്ങളിതിൽ ഏത് എഞ്ചിനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്? ശരിയായ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ബുദ്ധിശക്തിയോ അതോ പുതിയ സാധ്യതകൾ തുറക്കുന്ന സർഗാത്മകതയോ? നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ആശയങ്ങളെ വളർത്താൻ സഹായിക്കുന്ന, പരാജയങ്ങളെ ഭയക്കാത്ത ആ സൈക്കോളജിക്കൽ സേഫ്റ്റിയുള്ള അന്തരീക്ഷമാണോ ഉള്ളത്? അതെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. പൂർണ്ണമായും ഒറ്റ ഉത്തരം മാത്രം പ്രതീക്ഷിക്കുന്ന, എല്ലാം കാണാപ്പടം പഠിക്കാൻ നിർബന്ധിക്കുന്ന, റോഡ് ട്രാപ്പിൽ കുടുങ്ങിയ, ഉയർന്ന ഐക്യുവിനെ മാത്രം അടിസ്ഥാനമാക്കി കുട്ടികളെയും ഉദ്യോഗസ്ഥരെയും വിലയിരുത്തുന്ന സ്കൂളുകളും തൊഴിലിടങ്ങളുമാണ് നമ്മുടേതെങ്കിൽ, ലോകത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടായിരുന്ന എത്രയെത്ര അസാധ്യമായ പരിഹാരങ്ങളെയാകും നമ്മുടെ സമൂഹം ഇല്ലാതാക്കിയിട്ടുണ്ടാവുക. ഒരുപാടുണ്ടാവും. ആകാം, അല്ലെങ്കിൽ മാറുന്ന കാലാവസ്ഥയ്ക്കുള്ള പരിഹാരമാകാം. അവ ഇൻക്യുബേഷൻ ഘട്ടത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ അകാലത്തുള്ള വിലയിരുത്തലുകൾ കൊന്നുകളഞ്ഞിട്ടുണ്ടാകില്ലേ? ആ വലിയ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പുതിയ ചിന്തകളോടെ മറ്റൊരു കൗതുകകരമായ വിഷയവുമായി വീണ്ടും കേൾക്കാമെന്ന പ്രതീക്ഷയോടെ ഈ പഠനയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കിത് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.